ഇന്ന് വീട്ടിൽ അനിയത്തിമാരൊക്കെ വന്നതുകൊണ്ട് ഞാൻ വിചാരിച്ചു ചിക്കൻ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാമെന്ന് കേട്ടോ. കുറേ നാൾക്ക് ശേഷമാണ് ഞാൻ ഉണ്ടാക്കണത് ഇത്. അപ്പോൾ നമ്മൾ ബസ്മതി അരി കുറച്ച് കൂടുതൽ എടുത്തിട്ടുണ്ട് കേട്ടോ. ബാക്കി വരുന്നൊന്നും അറിയില്ല, എന്തായാലും ബാക്കി വന്നാലും കുഴപ്പമില്ല, തികയാതിരിക്കരുതല്ലോ. അത് വെച്ച് ഞാൻ കുറച്ച് കൂടുതൽ എടുത്തു കേട്ടോ. എന്നിട്ട് ചിക്കൻ ഉണ്ടായിരുന്നു, ചിക്കൻ ഞാൻ ഇന്നലെ മേടിച്ച ചിക്കൻ്റെ ബാക്കി ഉണ്ടായിരുന്നു, അപ്പോൾ അതൊന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ വെജിറ്റബിൾസൊക്കെ ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ ചിക്കൻ ഫ്രൈ ചെയ്ത എണ്ണയിലാണ് നമ്മൾ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുന്നത് കേട്ടോ. പിന്നെ നമ്മളതൊക്കെ ഇട്ടിട്ട് വെളുത്തുള്ളി പിന്നെ നമുക്ക് ഇഷ്ടമുള്ള പച്ചക്കറിയൊക്കെ ഇട്ടു. എന്നിട്ട് നമ്മൾ ബസ്മതി അരി ഉപ്പും കുറച്ച് എണ്ണ ഒഴിച്ച് വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അതും കൂടി ഇട്ടിട്ട് കുറച്ച് മുട്ട സ്ക്രാമ്പിൾ ചെയ്തതും ചിക്കൻ വേവിച്ചല്ല ഫ്രൈ ചെയ്തെടുത്ത് വിട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. പിന്നെ കുറച്ച് സോയ സോസും കുരുമുളക് പൊടിയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നന്നായിട്ടുണ്ടാവും കേട്ടോ. നമ്മുടെ ചിക്കൻ ഫ്രൈഡ് റൈസ് റെഡി. എൻ്റെ അടുത്ത് എൻ്റെ മേമയുടെ മോള് വന്നപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ചേച്ചിയുടെ ചിക്കൻ ഫ്രൈഡ് റൈസ് കാണുമ്പോൾ എനിക്ക് തിന്നാൻ തോന്നുന്നു കേട്ടോ. പക്ഷേ അവൾക്ക് എനിക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയില്ല. ഇനി അടുത്ത പ്രാവശ്യം വരുമ്പോൾ നിനക്ക് ഞാൻ ഉണ്ടാക്കി തരുന്നതായിരിക്കും. ഇത് കണ്ടിട്ട് എന്നോട് ഒന്നും തോന്നരുത്.